ഇന്ന് ചിന്തയ്ക്കായി എടുക്കുന്ന വിഷയം ഈ കഴിഞ്ഞ ദിനങ്ങളിൽ സാമൂഹിക മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു വിഷയത്തെ ആധാരമാക്കിയാണ്. അത് ബൈബിളുമായിട്ട് ബന്ധപ്പെടുത്തി ആണ് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സംഭവം എന്ന് പറയുന്നത് വത്തിക്കാനിൽ നിന്നുമുള്ള ഇപ്പോഴത്തെ പോപ്പ് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയെ ബേസ് ചെയ്ത് പെന്തക്കോസ്തുകാര് ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ആ പ്രസ്താവന എന്ന് പറയുന്നത് യേശു ഏക രക്ഷകൻ, മറിയത്തെ സഹരക്ഷക അല്ല, മറിയം സഹരക്ഷകയല്ല. ഇതാണ് ആ പ്രസ്താവന. അപ്പോൾ ഈ പ്രസ്താവനയെ പെന്തക്കോസ്തുകാര് ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ആഴ്ചയാണ് കടന്നുപോയത്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് പെന്തക്കോസ്തുകാര് ഈ വിഷയത്തെ ഇവർ പണ്ട് മുതലേ ഇത് തന്നെയാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിഷയത്തെ ബൂസ്റ്റപ്പ് ചെയ്യുന്നത്. വെച്ചാൽ പണ്ട് അവര് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ കത്തോലിക്ക സഭ പറയുന്നു. കത്തോലിക്ക സഭ ഇപ്പോഴാണ് ബൈബിൾ വായിക്കുന്നത് എന്നിത്യാദി പരാമർശങ്ങളോടുകൂടിയാണ് അവര് സാമൂഹിക മാധ്യമങ്ങളിൽ ഇത് ആഘോഷമാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ പണ്ട് എപ്പോഴോ ലാസർ വി മാത്യു എന്ന് പറയുന്ന ഒരു യേശുനാമക്കാരൻ പെന്തക്കോസ്ത് പാസ്റ്റർ പ്രസംഗിച്ചതായ ഒരു വീഡിയോ അവര് പെന്തക്കോസ്തുകാര് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാസർ വി മാത്യു എന്ന് പറയുന്ന യേശുനാമക്കാരനായ പെന്തക്കോസ്ത് പാസ്റ്റർ പണ്ടേ ഇത് പ്രസംഗിച്ചതാണ് എന്നാണ് അവര് പറയുന്നത്. എന്നാൽ അക്കാര്യത്തിൽ വത്തിക്കാനിൽ നിന്നും പിന്നീട് വ്യക്തത വരുത്തിക്കൊണ്ട് അവർ പറഞ്ഞത് വിശ്വാസികളുടെ അമ്മ എന്ന് വിശുദ്ധ മറിയത്തെ സംബോധന ചെയ്യാം, സഹരക്ഷക എന്ന് വിശേഷിപ്പിക്കരുത് എന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ വിശുദ്ധ മറിയത്തെ ആരാധിക്കണമെന്നോ ആരാധിക്കണ്ട എന്നോ ഒന്നുമുള്ള യാതൊരുവിധമായ പ്രസ്താവനയും വത്തിക്കാനിൽ നിന്ന് നടത്തിയിട്ടില്ല. വിശ്വാസികളുടെ അമ്മ എന്ന് വിശേഷിപ്പിക്കാം. ഇവിടെ വേറൊരു വിഷയം കൂടിയുണ്ട്. കത്തോലിക്ക സഭ വിശുദ്ധ മറിയത്തെ ദൈവത്തിന്റെ അമ്മ, ദൈവമാതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ പെന്തക്കോസ്തുകാര് ഈ വിഷയത്തിൽ പറയുന്നത് ദൈവമാതാവ് എന്ന് മറിയത്തെ വിശേഷിപ്പിക്കാൻ പാടില്ല എന്നുമാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവര് ഈ പറയുന്നതിനകത്ത് വലിയ വിരോധാഭാസമുണ്ട്. ആര് പറയുന്നതില്? പെന്തക്കോസ്തുകാർ പറയുന്നതിൽ വലിയ വിരോധാഭാസമുണ്ട്. അവർക്ക് യേശു ദൈവമാണ്, യേശു മാത്രം ദൈവമെന്ന് മൈക്ക് വെച്ച് കെട്ടി വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന പെന്തക്കോസ്തുകാര് യേശുവിന്റെ അമ്മ മറിയം ദൈവത്തിന്റെ അമ്മയല്ല എന്ന് പറയുന്നതും വിരോധാഭാസമാണ്. യേശു മാത്രം ദൈവമെന്ന് പറഞ്ഞിട്ട് യേശുവിന്റെ അമ്മ മറിയം ദൈവത്തിന്റെ അമ്മയല്ലെന്ന് പറയുന്നത് വിരോധാഭാസമാണ്. യേശു ദൈവമാണെങ്കിൽ യേശുവിന്റെ അമ്മ മറിയം ദൈവത്തിന്റെ അമ്മയാണ് എന്ന് സമ്മതിച്ചേ മതിയാവും. യേശു ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ഏതൊരുത്തനും യേശുവിന്റെ അമ്മ മറിയം ദൈവത്തിന്റെ അമ്മയാണെന്ന് സമ്മതിച്ചേ മതിയാവും. അല്ലെങ്കിൽ യേശു ദൈവമല്ല എന്നവര് സമ്മതിക്കണം. യേശു ദൈവമല്ല എന്നവര് സമ്മതിച്ചാൽ യേശുവിന്റെ അമ്മ മറിയം ദൈവത്തിന്റെ അമ്മയല്ല എന്ന് നിഷേധിക്കാൻ കഴിയും. ഇതാണ് അതിനകത്തെ വസ്തുത. അപ്പോൾ പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് യേശു മാത്രം ദൈവം, യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് വിളിച്ചു പോകുന്ന പെന്തക്കോസ്തുകാര്, അവരിൽ ചിലര് യേശു ക്രിസ്തു ഉൾപ്പെടെ 3 പേരാണ് ദൈവമെന്ന് വിളിച്ചു പോകുന്നവരുമാണ്. ഇങ്ങനെ
പരസ്പര വിരുദ്ധമായ ഉപദേശങ്ങളുമായി നടക്കുന്ന പെന്തക്കോസ്തുകാരായ ആളുകൾ യേശുവിന്റെ അമ്മ മറിയം ദൈവത്തിന്റെ അമ്മയല്ല എന്ന് പറയുന്നത് വിരോധാഭാസമാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി ഇവർ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ആ വീഡിയോയിലെ ലാസർ മാത്യു എന്ന് പറയുന്ന യേശുനാമ പെന്തക്കോസ് പാസ്റ്ററുടെ അവകാശവാദമാണ് ഞാൻ ഇന്ന് നമ്മുടെ പഠന വിഷയമായിട്ട് എടുക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഞാൻ ആ വീഡിയോ ഒന്ന് കേൾപ്പിക്കാം. എനിക്ക് കേൾക്കുന്നല്ലേ മാസ്റ്റർ ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു വീണ ആ പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഞാൻ കേൾപ്പിക്കാം ഒരു മിനിറ്റ്. ഓക്കെ. ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു വീണ ആ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ആ പ്രയോഗം ശ്രദ്ധിച്ചോണം. കൃഷിയുടെ മൊബൈൽ വാട്സാപ്പ് മമ്മിയുടെ മൊബൈൽ ഞാനല്ലേ അതിനകത്തോട്ട് അത് ഷെയർ ചെയ്യും. ഞാൻ കേൾപ്പിക്കാം. ഞാൻ ഒരു മിനിറ്റ്. ഏത് മൊബൈൽ ആ മൊബൈലിൽ സൗണ്ട് കുറവാണ്. അതിന് സ്പീക്കറിന് സൗണ്ട് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ കേൾപ്പിക്കാം. ഒരു മിനിറ്റ്. ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു വീണ ആ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ആ പ്രയോഗം ശ്രദ്ധിച്ചോണം. എന്നുള്ളിടത്ത് എന്നെഴുതിയിരുന്നെങ്കിൽ ഈ പുസ്തകം മൊത്തം തെറ്റിയത്. അത് തെറ്റുവാൻ പരിശുദ്ധാത്മം അനുവദിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് സംഗതി മനസ്സിലായോ? ഇപ്പൊ കേട്ടായിരുന്നോ? അതായത് വിദ്വാൻമാർ യേശുവിനെ കാണുവാൻ ചെന്നപ്പോൾ, അത് നമ്മൾ വായിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ആ വാക്യം ഒന്ന് വായിച്ച്. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം. നക്ഷത്രങ്ങളോട് ഭക്തങ്ങൾ സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. അപ്പോൾ ഇവിടെ അവർ ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ
അമ്മയായ മറിയയോടുകൂടെ കണ്ടു, വീണ് അവനെ നമസ്കരിച്ചു. അവരെ എന്നല്ല, ഇതാണ് അദ്ദേഹം എക്സ്പോസ് ചെയ്യുന്നത്. അപ്പൊ മറിയയെ ആരാധിച്ചു കൂടാ എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. ആര്? ലാസർ വി മാത്യു പഠിപ്പിക്കുന്നത്. അപ്പോൾ മറിയയെ ആരാധിച്ചു കൂടാ എന്നതിന് അദ്ദേഹം എടുത്തിരിക്കുന്ന വാക്യം എന്താണ്? അവിടെ അവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. അവിടെ അവരെ എന്നല്ല, അവനെ നമസ്കരിച്ചു എന്നാണ്. അവരെ എന്നാക്കിയിരുന്നുവെങ്കിൽ ഈ പുസ്തകം മൊത്തം തെറ്റിപ്പോയേനെയുമായിരുന്നു എന്നാണ് ലാസർ വി മാത്യുവിന്റെ അധ്യാപനം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ അവനെ നമസ്കരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അവരെ നമസ്കരിച്ചു എന്നല്ല. അതുകൊണ്ട് മറിയത്തെ ആരാധിച്ചുകൂടാ എന്നാണ് ഇവരുടെ അവകാശവാദം. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമസ്കരിച്ചു എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മറക്കരുത്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? നമസ്കരിച്ചു എന്ന പദമാണ്, ആരാധിച്ചു എന്ന പദമല്ല. അഭ്യാസം ഇറക്കുമ്പോൾ അത് കേൾക്കുന്നവരെല്ലാവരും ചിന്താശേഷിയില്ലാത്തവരാണ് എന്ന് പെന്തക്കോസ്തുകാർ ചിന്തിക്കരുത്. നമസ്കരിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ആരാധിച്ചു എന്നല്ല. അപ്പോൾ അവനെ നമസ്കരിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വാക്യം വെച്ചുകൊണ്ടാണ് മറിയത്തെ ആരാധിച്ചു കൂടാ എന്ന് ലാസർ വി മാത്യു പെന്തക്കോസ്തുകാരുടെ ഇടയിൽ പഠിപ്പിച്ചത്. ഇപ്പോഴും പെന്തക്കോസ്തുകാർ അതാണ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇവിടെ അവരെ രണ്ടുപേരും കൂടെ ഉണ്ടായിട്ട്, അതായത് അമ്മയോടുകൂടെ ശിശുവിനെ കണ്ടു എന്നാണ്. അപ്പോൾ അമ്മയെ നമസ്കരിച്ചില്ല, ശിശുവിനെയാണ് നമസ്കരിച്ചത് എന്നാണ് ഇദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് യേശുവിനെയാണ് നമസ്കരിച്ചത്, മറിയത്തെ നമസ്കരിച്ചില്ല. അതുകൊണ്ട് മറിയത്തെ ആരാധിച്ചുകൂടാ എന്നാണ് പഠിപ്പിക്കുന്നത്. ഈ അവകാശവാദത്തിന്റെ അടിസ്ഥാനമില്ലായ്മ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ വിഷയം, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമസ്കരിച്ചു എന്നാണ്, ആരാധിച്ചു എന്നല്ല. ഈ നമസ്കാരവും ആരാധനയും രണ്ടും രണ്ടാണ്. അതിനായിട്ട് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളും രണ്ടാണ്. എന്നാൽ പ്രോസ്കുനേസാൻ എന്ന പദം, അതാണ് നമസ്കരിച്ചു എന്നതിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രോസ്കുനേസാൻ എന്ന പദത്തിനെ മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമസ്കരിച്ചു എന്നാണ് വരുന്നത്. ഈ ഒരു പദം ഇത് യേശുവിന് വേണ്ടി മാത്രമല്ല, ദൈവത്തിനു വേണ്ടി മാത്രമല്ല, അനേകർക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും. നമസ്കരിക്കുന്നതിന്, ഒരാളെ ആദരസൂചകമായി ബഹുമാന പുരസ്കരമായി നമസ്കരിക്കുന്ന ആ നമസ്കാരത്തിന് ഉപയോഗിക്കുന്ന സാമാന്യ പദമാണ് പ്രോസ്കുനേസാൻ എന്ന് പറയുന്ന പദം. ആ പദം ആണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളത്തിൽ അതിനെ നമസ്കരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആരാധനയും നമസ്കാരവും എന്നിങ്ങനെ രണ്ട് പ്രയോഗങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും ഒരേ വാക്യത്തിൽ തന്നെ. നമുക്കെടുക്കാം, ചിലർക്ക് വായിക്കണം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ഈ രണ്ട് വാക്യത്തിലും ഒരേ കണ്ടന്റ് തന്നെയാണുള്ളത്. നമുക്കത് വായിക്കാം. യേശു അവനോട്, ആരോട്? പിശാചിനോട് അഥവാ സാത്താനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇവിടെ നമസ്കാരം, ആരാധന എന്നിങ്ങനെ രണ്ട് പദങ്ങൾ ഒരു വാക്യത്തിൽ തന്നെയുണ്ട്. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ, ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമസ്കരിച്ച് ആരാധിക്കുക എന്ന് പറയുന്നത് ദൈവമായ കർത്താവിനെ മാത്രമാണ്. അത് യേശുക്രിസ്തു അല്ല.
ദൈവമായ കർത്താവ് യേശുക്രിസ്തു അല്ല. യേശുക്രിസ്തു ദൈവമായ കർത്താവാണെന്ന് ബൈബിളിൽ ഒരു വാക്യത്തിൽ പോലും എഴുതിയിട്ടില്ല. അങ്ങനെ ഉണ്ടെന്ന് കാണിക്കാൻ ഒരുത്തരും കഴിയത്തുമില്ല. എല്ലാവരും വലിയ കാര്യത്തെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലെ 8-ാം വാക്യവുമായിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന സർവശക്തിയുള്ള ദൈവമായ കർത്താവ് യേശുക്രിസ്തു ആണെന്നുള്ള അവകാശവാദവുമായിട്ട് വന്നിട്ടുള്ളവരൊക്കെ ചൂളിപ്പോയിട്ടേ ഉള്ളൂ. അവിടെ പറഞ്ഞിരിക്കുന്നത് യാഹ്വ എലോഹീം എന്നാണ് എഴുതിയിരിക്കുന്നത്. എബ്രായ പരിഭാഷയിലുള്ള ബൈബിളിൽ നമുക്കത് വ്യക്തമാക്കാൻ കഴിയുന്നുണ്ട്. യാഹ്വ എലോഹീം എന്നാണ് എഴുതിയിരിക്കുന്നത്, യേശുക്രിസ്തു അല്ല. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നുവെന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യമാണത്. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവന്റെ സിംഹാസനം മുമ്പുള്ള 7 ആത്മാക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ യേശുക്രിസ്തു എന്ന വ്യക്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വെളിപ്പാട് 1:8 8 വന്നിട്ട് ഒരു കാര്യവുമില്ല. ഞങ്ങളുടെ അടുത്ത് ആ പരിപാടി നടക്കത്തില്ല. കാരണം ഞങ്ങൾ ബൈബിൾ സൂക്ഷ്മതയോടെ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതാണ്. ആരുടെയും പ്രസംഗം കേട്ടിട്ട് ഇളകുന്നവരല്ല. അപ്പോൾ യേശുക്രിസ്തുവിനെ ദൈവമായ കർത്താവെന്ന് ബൈബിളിൽ വിശേഷിപ്പിച്ചിട്ടേ ഇല്ല. ഇനി ഇവിടെ നമ്മൾ വായിച്ച ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യവും മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യവും, ആ വാക്യം കൂടെ ഒന്ന് വായിച്ചു. രണ്ടിലും ഒരുപോലെയാണ്. യേശു 10-ാം വാക്യമാണ്, 4:10. ഓക്കെ. യേശു അവനോട് സാത്താനെ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. യേശു ആരോടാ പറയുന്നത്? തന്റെ അടുക്കൽ വന്ന് തന്നെ പരീക്ഷിക്കുവാൻ വന്ന പിശാചിനോട് പറയുകയാണ്, ഇതെല്ലാം എന്റേതാണ്. സകല ലോകവും മുഴു ലോകവും അവനെ കാണിച്ചിട്ട് പറഞ്ഞു, നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി, ഞാൻ ഇതെല്ലാം നിനക്ക് തന്നേക്കാമെന്ന് പറയുമ്പോൾ യേശു അവന് കൊടുക്കുന്ന മറുപടിയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാണ് ആ വചനം ചൂണ്ടിക്കാണിക്കുക ചെയ്യുന്നത്. ഇത് പഴയ നിയമത്തിൽ നിന്നും ആവർത്തന പുസ്തകത്തിൽ നിന്നുള്ളതായ വാക്യമാണ്. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞ 2 പദങ്ങളുമുണ്ട്. ഒന്ന് പ്രോസ്കുനേസാൻ എന്നുള്ള പദവും 2 ലാട്രിയ എന്നുള്ള പദവുമുണ്ട്. ഈ ലാട്രിയ എന്ന ഗ്രീക്ക് പദത്തിനാണ് ആരാധന എന്ന് മലയാളം പരിഭാഷ ചെയ്യാവുന്നത്. പ്രോസ്കുനേസാൻ എന്ന പദത്തിന് നമസ്കരിക്കുക എന്നത് മാത്രമാണ്. പ്രോസ്കുനോസോസിൻ എന്ന് പറഞ്ഞാൽ നമസ്കരിച്ചു എന്നാണ് അർത്ഥം. ഇനി വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് വന്നാൽ അവിടെ നമുക്ക്, ഇനി ഇംഗ്ലീഷ് പരിഭാഷ നോക്കുന്നവർക്കാണെങ്കിൽ അവിടെ ഈ വർഷിപ്പ് എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഫിലദൽഫിയയിലെ സഭയുടെ ദൂതനെ അവന്റെ കാൽക്കൽ ചിലരെ വരുത്തി നമസ്കരിപ്പിക്കുമെന്ന് മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ വർഷിപ്പ് എന്ന് എഴുതിയിരിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പ്രോസ്കുനേസിൻ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഒന്ന് വായിച്ച ആ വാക്യം, വെളിപ്പാട് 3:9. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും, അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കും. മനസ്സിലായി? അവരെ കൊണ്ട് നമസ്കരിക്കാൻ മതി. ഓക്കെ. അപ്പോൾ ഇവിടെ ഫിലദൽഫിയയിലെ സഭയുടെ ദൂതന്റെ കാൽക്കൽ വീഴ്ത്തി നമസ്കരിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യം കിടക്കുകയാണ്. മറിയത്തെ നമസ്കരിച്ചില്ല, യേശുവിനെ മാത്രമാണ് നമസ്കരിച്ചത്. അതുകൊണ്ട് മറിയത്തെ ആരാധിക്കരുത് എന്ന ലോജിക്ക് വളരെ തെറ്റുകയാണ് ചെയ്യുന്നത് ലാസർ മാത്യു ഉപദേശി. പെന്തക്കോസ്തുകാരെ, നിങ്ങൾ ബൈബിൾ സൂക്ഷ്മതയോടെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കെടുക്കാം ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം, 1-ാം പുസ്തകം, ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം, അതിന്റെ 1-ാം പുസ്തകം 29-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. വേറെ ആരെങ്കിലും നമസ്കരിച്ചിട്ടുണ്ടോ നോക്കാം നമുക്ക്. ദിനവൃത്താന്തങ്ങൾ 1 ദിനവൃത്താന്തം 29-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം എടുക്കും. 1 ദിനവൃത്താന്തം 29-ന്റെ 20-ാം വാക്യം.
പിന്നെ ദാവീദ് സർവ്വസഭയോടും പിന്നെ ദാവീദ് സർവ്വസഭയോടും ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ യഹോവയെ വാഴ്ത്തുവിനെന്ന് വാഴ്ത്തുവീൻ എന്ന് പറഞ്ഞു. സഭ മുഴുവനും പിന്നെ സഭ മുഴുവനും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ വാഴ്ത്തി തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ വാഴ്ത്തി യഹോവയെയും രാജാവിനെയും വണങ്ങി നമസ്കരിച്ചു. എന്താ എഴുതിയിരിക്കുന്നത്? അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെയും രാജാവിനെയും, ദാവീദ് രാജാവിനെയും യഹോവയായ ദൈവത്തെയും ഒന്നിച്ച് ഒരുപോലെ നമസ്കരിക്കുന്നത് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 1-ാം പുസ്തകം 29-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ഉണ്ട്. ലാസർ ബി മാത്യു പാസ്റ്ററെ, പെന്തക്കോസ്തുകാരെ, നിങ്ങൾ ശരിക്കും ബൈബിൾ എടുത്ത് വായിക്കണം. അപ്പോൾ യഹോവയായ ദൈവത്തിനും ദാവീദ് രാജാവിനും ഒരുപോലെ നമസ്കാരം കൊടുത്തത് ബൈബിളിലുള്ളപ്പോഴാണ് നിങ്ങൾ യേശുവിന്റെ അമ്മ മറിയത്തെ അവഹേളിക്കുവാനായി, അപമാനിക്കുവാനായി വലിയ നീട്ടിപ്പിടിച്ചുകൊണ്ട് അവനെ എന്ന് ഗോഷ്ഠി കാണിക്കുന്നത്. രേ രേ എന്നല്ല എന്ന് നിങ്ങൾ ഗോഷ്ഠി കാണിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ഈ പുസ്തകത്തെ തിരുത്തുകയല്ല, നിങ്ങളാണ് തിരുത്തേണ്ടത്. ഈ പുസ്തകത്തിനല്ല തിരുത്തൽ വേണ്ടത്, നിങ്ങൾക്കാണ് തിരുത്തൽ വേണ്ടത്. നിങ്ങളാണ് തിരുത്തേണ്ടത്. നിങ്ങൾ പറയുന്നത് അത് അടിസ്ഥാനരഹിതമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. അപ്പോൾ ഈ മറിയത്തെ നമസ്കരിച്ചില്ല, യേശുവിനെ മാത്രമാണ് നമസ്കരിച്ചത് എന്ന് ആ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യത്തിലുള്ളത് കൊണ്ട് അവരെ എന്നല്ല അവനെ എന്നാണ്. അതുകൊണ്ട് മറിയത്തെ ആരാധിച്ചുകൂടാ എന്നുള്ള നിങ്ങളുടെ അവകാശവാദം അടിസ്ഥാനരഹിതമാണ്. ആദരസൂചകമായ നമസ്കാരമാണ് യേശുവിന് കൊടുത്തത്. ഇനി നമുക്ക് നോക്കാം, ഈ യേശുവിനെ വന്ന് നമസ്കരിച്ചവർ ആരെ അന്വേഷിച്ചാ വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വായിക്കാം. ഇവരാരെ അന്വേഷിച്ചാ വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്കുനിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ അന്വേഷിച്ചു വന്നത് ആരെ അന്വേഷിച്ചു വന്നെന്നാ പറഞ്ഞത്? യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ അന്വേഷിച്ചാണ് വന്നത് വിദ്വാൻമാര്. മനസ്സിലായോ? അവർ അന്വേഷിച്ചു വന്നത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെയാണ്. അവരുടെ രാജാവിനെ നമസ്കരിക്കുവാനാണ് വിദ്വാൻമാര് കിഴക്കുനിന്ന് വന്നത്. ശ്രദ്ധയോടെ വായിച്ചോളൂ. അവരുടെ രാജാവിനെ നമസ്കരിക്കാനാണ് വന്നത്. മനസ്സിലായോ? മറിയം അവരുടെ രാജാവല്ല, ഈ പിറന്ന ശിശുവാണ് അവരുടെ രാജാവ്. അതുകൊണ്ട് അവരുടെ രാജാവിനെയാണ് അവർ നമസ്കരിച്ചത്. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, രാജാവിനെയാണ് നമസ്കരിച്ചത്. അത് ആരാധനയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയെങ്കിൽ, അത് ദൈവത്തിനുള്ള ആരാധനയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയെങ്കിൽ അത് നിങ്ങളുടെ ചിന്താശേഷിയില്ലായ്മയുടെ വിഷയമാണ്, അല്ലാതെ ബൈബിളിന്റെ വിഷയമല്ല. പഴയ നിയമത്തിൽ യഹൂദന്മാരുടെ ഇസ്രായേൽ ജനത്തിന്റെ രാജാവായ ദാവീദിനെ നമസ്കരിച്ച വാക്യം ഇത്തിരി മുമ്പ് നമ്മൾ വായിച്ചതേ ഉള്ളൂ. ആവർത്തനത്തിന്റെ ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്തം 29-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം നോട്ട് ചെയ്ത് വെച്ചു. രാജാവിനും യഹോവയ്ക്കും ഒന്നിച്ച് ഒരേ നമസ്കാരം കൊടുത്തത് വളരെ വെടിപ്പായിട്ട് പുസ്തകത്തിൽ കിടക്കുകയാണ്. മനസ്സിലായോ? യേശുവിന്റെ അമ്മ മറിയത്തെ അവഹേളിക്കുവാനും അപമാനിക്കുവാനുമായിട്ട് നിങ്ങൾ അവസരം അന്വേഷിച്ച് നടക്കുകയാണ്. മോക്കാഡൂണ്ടേരത്തെ നിങ്ങൾ അവസരം അന്വേഷിച്ച് നടക്കുകയാണ്. ഇത് പാടില്ല. ദൈവത്തിന് കൊടുക്കുന്ന ആരാധന കത്തോലിക്ക സഭ യേശുവിന്റെ അമ്മ മറിയത്തിന് കൊടുക്കുന്നതേ ഇല്ല. നിങ്ങൾ കരയും കടലും ചുറ്റി ആളുകളെ മതത്തിൽ ചേർക്കുവാനായിട്ട് നടക്കുന്നവരാണ്. നിങ്ങൾ ആ ലക്ഷ്യത്തോടു കൂടി നടക്കുമ്പോൾ ആൾക്കാരെ വശീകരിച്ച് നിങ്ങളുടെ വഞ്ചനയിൽ വീഴ്ത്തുവാൻ വേണ്ടി വ്യാജ പ്രസ്താവനകൾ നടത്തുമ്പോൾ ഈ പുസ്തകം പരിശോധിക്കുകയും പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന മറ്റുള്ളവരും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സത്യത്തിന്റെ പരിജ്ഞാനത്തിലാണ് വളരേണ്ടത്. തിരുവെഴുത്തുകളെ പരിശോധിച്ചും പഠിച്ചും ആ സത്യത്തിൽ നിൽക്കണം. ഉപദേശിമാരുടെ പ്രസംഗത്തിന്റെ പിന്നാലെ പോയാൽ ഇതുപോലെയുള്ള അബദ്ധം. പണ്ടെങ്ങോ ഈ യേശുനാമക്കാരൻ ലാസർ ഉപദേശി പ്രസംഗിച്ച വീഡിയോയുമായിട്ട് ഇപ്പൊ പെന്തക്കോസുകാര് കത്തോലിക്ക സഭയ്ക്കൊക്കെ എതിരായിട്ട് എന്തോ ആയുധം പോലെ അത് കൊണ്ടു നടക്കുന്നത് ഏറ്റവും വലിയ അപമാനകരമായ കാര്യമാണ്. ഏറ്റവും വലിയ അപമാനകരമായ കാര്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാവീദ് രാജാവിനെ നമസ്കരിച്ചു. 1 ദിനവൃത്താന്തം 29:20 യഹോവയെയും രാജാവിനെയും വീണ് നമസ്കരിച്ചു എന്ന് അവിടെ വെടിപ്പായി എഴുതി വച്ചിരിക്കുകയാണ്. ഈ വിദ്വാൻമാർ അന്വേഷിച്ചു വന്നത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെയാണ്. അവർ നമസ്കരിച്ചത് അവരുടെ രാജാവിനെയാണ്. അവർ ദൈവത്തെ ആരാധിക്കുന്ന ആരാധന യേശുക്രിസ്തുവിന് കൊടുത്തിട്ടില്ല. മറിയത്തെ ആരാധിച്ചുകൂടാ എന്ന് നിങ്ങൾ പറയുമ്പോൾ യേശുവിനെയും ആരാധിച്ചുകൂടാ. യേശുവിനെ ആരാധിച്ചുകൂടാ. യേശുവിനെ ആരെങ്കിലും ആരാധിച്ചതായി ബൈബിളിൽ ഒരു വാക്യത്തിലുമില്ല സുഹൃത്തെ. ബൈബിളിൽ ഒരു വാക്യത്തിലുമില്ല യേശുവിനെ ആരാധിച്ചു എന്ന്. നിങ്ങൾ എവിടെല്ലാം പരിശോധിച്ചാലും യേശുവിന് കൊടുത്തത് നമസ്കാരം മാത്രമേ ഉള്ളൂ. ലാട്രിയ എന്നുള്ളൊരു പദം യേശുവിനോടുള്ള ബന്ധത്തിൽ ഒരിടത്തും എഴുതിയിട്ടില്ല. യേശുവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രോസ്കുനേസാൻ എന്നുള്ള പദമാണ്. നമസ്കാരം, ആദരസൂചകമായ നമസ്കാരം, അത് നമ്മുടെ ഗുരുക്കന്മാർക്ക് നമ്മൾ കൊടുക്കാം. ആദരസൂചകമായ നമസ്കാരം നമ്മളുടെ മാതാപിതാക്കൾക്ക് നമ്മൾക്ക് കൊടുക്കാം. നമ്മളെക്കാൾ വലിയവനായ ഒരുവനെ നമ്മൾ ആദരിക്കുന്നുവെങ്കിൽ, നമ്മൾ പരിഗണിക്കുന്നുവെങ്കിൽ, അവരെ ബഹുമാനത്തിന് അവർ യോഗ്യരാണ് എന്ന് നമ്മൾ പരിഗണിക്കുന്നുവെങ്കിൽ അവർക്കൊക്കെ കൊടുക്കുവാൻ പറ്റുന്ന കാര്യമാണ് നമസ്കാരം. ഞാൻ എൻ്റെ അധ്യാപകരെ കാണുമ്പോൾ കൈകൾ കൂപ്പി അവരെ നമസ്കരിക്കാറുണ്ട്. ഞാൻ അവരുടെ പാദം തൊട്ട് വന്ദിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങാറുണ്ട്. അതെന്റെ സംസ്കാരമാണ്. അവരുടെ അനുഗ്രഹം വാങ്ങുന്നത് ജീവിതത്തിൽ നമുക്ക് നന്മയാണ്. ആദരസൂചകമായ നമസ്കാരം അത് ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയല്ല. ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയ്ക്ക് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്ന പ്രത്യേക പദമെന്ന് പറയുന്നത് ലാത്രിയ എന്ന പദമാണ്. എന്നാൽ പ്രോസ്കുനേസാൻ എന്നുള്ള പദവും ദൈവത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. അപ്പോൾ ആർക്കാണോ കൊടുക്കുന്നത് അതനുസരിച്ച് അതിന് ഒരു പക്ഷേ നമുക്കങ്ങനെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ആ പ്രത്യേക പദം ലാത്രിയ എന്നുള്ള പദമാണ്. അത് 2 വാക്യങ്ങൾ ഞാൻ കാണിച്ചു. സംഭവം ഒന്ന് തന്നെ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 8-ാം വാക്യവും മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യവും. അവിടെ പിശാചിനോട് യേശു എതിർത്തു നിൽക്കുമ്പോൾ പിശാചിന് കൊടുക്കുന്ന മറുപടിയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. അവനെ മാത്രമേ ആരാധിക്കാവൂ. ആരാധന സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് യേശുക്രിസ്തു പോലും പറഞ്ഞത്. യേശുക്രിസ്തുവിനെ ആരാധിക്കാൻ ബൈബിളിൽ വാക്യമില്ല. പലരും വിചാരിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് യേശുവിനെ യേശുവിനെ ആരാധിക്കാൻ പറഞ്ഞതെന്നാണ്. പലരും യേശു ദൈവമായ കർത്താവാണെന്ന് പിശാചിനോട് പറഞ്ഞതാണെന്നൊക്കെ ചില അബദ്ധ പഞ്ചാംഗം വായിക്കാറുണ്ട്. അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ എന്നാണ് യേശു ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം പിശാച് യേശുവിനെ പരീക്ഷിക്കുമ്പോൾ യേശുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ബൈബിൾ വചനങ്ങളാണ്, തിരുവെഴുത്തുകളാണ് കൊണ്ടുവരുന്നത്. നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കാൻ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പിശാച് അങ്ങോട്ട് പറയുമ്പോൾ അവിടെ പറയുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നു എഴുതിയിരിക്കുന്നുവല്ലോ. പിശാച് യേശുവിനെ കൊണ്ട് ദൈവമായ കർത്താവിനെ പരീക്ഷിക്കുവാൻ പ്രേരിപ്പിച്ചപ്പോൾ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കുവാൻ പാടില്ല എന്ന് തിരുവെഴുത്തിലുണ്ട് എന്ന് പിശാചിന് മറുപടി കൊടുത്തുകൊണ്ട് അവനെ അവിടെ ഡിഫീറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ യേശുവിനോട് തന്നെ നമസ്കരിച്ചാൽ മതി, താൻ ഇതെല്ലാം കൊടുത്തേക്കാമെന്ന് പറയുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാണ്. ഇത് മുറിച്ചു കളഞ്ഞിട്ട് പഠിക്കരുത്. ബൈബിൾ വളരെ സൂക്ഷ്മതയോടെ പഠിക്കണം.
അപ്പോൾ എൻ്റെ പ്രിയരെ, നമ്മൾ തിരുവെഴുത്തുകളെ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ സൂക്ഷ്മതയുള്ളവരാകണം. ദാവീദ് രാജാവിന് നമസ്കാരം കൊടുക്കാമെങ്കിൽ യേശുവിന്റെ അമ്മ മറിയത്തിനും നമസ്കാരം കൊടുക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. അപ്പൊ മനസ്സിലായോ? ദാവീദ് രാജാവിന് ഇസ്രായേൽ ജനം കൊടുത്ത അതേ നമസ്കാരം യഹൂദന്മാരുടെ രാജാവായി പിറന്ന വിദ്വാൻമാര് കൊടുത്തു. അത് ആരാധനയല്ല. യേശുവിന്റെ ശിഷ്യന്മാർ അവരുടെ ഗുരു എന്ന പദവിക്ക് അനുസൃതമായിട്ടുള്ള നമസ്കാരം കൊടുത്തതായിട്ട് ബൈബിളിൽ തെളിവുണ്ട്. യേശുവിനെ നമസ്കരിച്ചു എന്നെഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ പുത്രനാണ് എന്ന പദവിയിൽ, മശിഹ എന്നുള്ള പദവിയിൽ, യഹൂദന്മാരുടെ രാജാവ് എന്ന പദവിയിൽ, ഈ ശിഷ്യന്മാരുടെ ഗുരു എന്ന പദവിയിൽ യേശുവിനെ നമസ്കരിച്ചതായി ബൈബിളിൽ വാക്യമുണ്ട്. എന്നാൽ ദൈവത്തിന് കൊടുക്കുന്ന ആരാധന യേശുവിന് കൊടുത്തതായി ബൈബിളിൽ ഒരു തെളിവുമില്ല. മറിയത്തെ ആരാധിച്ചുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പെന്തക്കോസ്തുകാർ പൊക്കിക്കൊണ്ട് നടക്കുന്ന കാര്യം നമസ്കാരത്തെ കുറിച്ചാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അത് യഹൂദന്മാരുടെ രാജാവിന് കൊടുത്ത നമസ്കാരമാണ്. ബൂസ്റ്റപ്പ് ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. അബദ്ധങ്ങൾ ഇനിയെങ്കിലും ആൾക്കാർ ശ്രദ്ധിക്കും. എന്റെ പ്രിയ സഹോദരന്മാരെ, നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കത്തോലിക്ക സഭക്കാരുടെ ഉപദേശങ്ങളോടോ ആചാരങ്ങളോടോ അനുഷ്ഠാനങ്ങളോടോ യോജിപ്പുള്ളവരല്ല. നമ്മൾ ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്നതായ സത്യങ്ങളെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ അതിനനുസൃതമായിട്ടാണ് നമ്മളുടെ വിശ്വാസ ജീവിതത്തെ ചിട്ടയോടെ കെട്ടിപ്പടുക്കുന്നത്. അതിന് പുറത്തുനിന്നുള്ള യാതൊരു കണ്ടന്റും നമ്മൾ എടുക്കുന്നില്ല. നമ്മളുടെ വിശ്വാസ ജീവിതത്തിന്റെ അടിത്തറയ്ക്കായിട്ട് നമ്മൾ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിൽക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ സകലത്തിനെ സൃഷ്ടാവായ ദൈവം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ നിലനിൽക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവൻ ലഭ്യമാകുകയുള്ളൂ. യേശു ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയത് യേശു ക്രിസ്തുവിനെ അയച്ചവനായ പിതാവാണ്. ഒരേ ഒരു സത്യദൈവം. ആ പിതാവല്ലാതെ മറ്റൊരു സത്യദൈവവുമില്ല എന്ന് ദൈവത്തിന്റെ പുത്രൻ വന്ന് അറിയിച്ചു തന്ന സത്യം ഇത്രയും വെടിപ്പായി ബൈബിളിൽ കിടക്കുമ്പോൾ അതിന് വിപരീതമായി യേശു മാത്രം ദൈവം, യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവവുമില്ല എന്ന് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന പെന്തക്കോസ്തുകാര് ക്രിസ്ത്യാനികളല്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ദൈവമക്കൾ എന്നുള്ള വിശേഷണമൊന്നും അവർക്ക് നമ്മൾ കൊടുക്കരുത്. നമ്മൾ അബദ്ധത്തിൽ പോലും അങ്ങനെ ഒരു വിശേഷണം അവർക്ക് കൊടുക്കരുത്. യേശു ക്രിസ്തു ഉൾപ്പെടെ 3 പേരാണ് ദൈവമെന്ന് പറയുന്ന ഉപദേശവുമായി നടക്കുന്നവർക്കും നമ്മൾ ദൈവമക്കൾ എന്നുള്ള വിശേഷണം കൊടുക്കരുത്. കാരണം യേശു ക്രിസ്തുവിനെ അയച്ച പിതാവെന്ന ഒരേ ഒരു സത്യദൈവമേ ബൈബിളിലുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് വളരെ കൃത്യമായി പഠിപ്പിച്ചു, ദൈവമോ ഒരുത്തൻ മാത്രം, ദൈവം ഒരുവൻ. ഇത്ര വെടിപ്പായി തന്നെ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ദൈവമോ ഒരുത്തൻ മാത്രം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം. ദൈവം ഒരുവൻ. 1 തിമോത്തിയോസ് 2:5. ആ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥനായ മനുഷ്യനാണ് യേശു എന്ന് വളരെ കൃത്യമായി പൗലോസ് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ദൈവം ഏകനല്ലോ, അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവം. അക്ഷയനാണ്, അദൃശ്യനാണ് ആ ഏക ദൈവം. 1 തിമോത്തിയോസ് 1:17. ഇങ്ങനെ വളരെ അടുക്കായിട്ട് കിടക്കുകയാണ്. അടുക്കോടുകൂടി വെടിപ്പോടുകൂടി സുവ്യക്തമായ തെളിവുള്ള ബൈബിൾ വചനങ്ങളാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. സുശക്തമാണ് നമ്മുടെ വിശ്വാസം, സുദൃഢമാണ് നമ്മുടെ വിശ്വാസം, സുവ്യക്തമാണ് നമ്മുടെ വിശ്വാസം. ആകയാൽ സുവ്യക്തവും സുശക്തവും സുദൃഢവുമായ തെളിവുള്ള ബൈബിൾ വചനങ്ങളുടെ ആധാരത്തിലല്ലാത്ത ഒരു വിശ്വാസവുമായിട്ട് ആരെങ്കിലും വന്നാൽ, ഒരു ഉപദേശവുമായി ആരെങ്കിലും വന്നാൽ അവനുമായി നമുക്ക് കൂട്ടായ്മ പാടില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നു പോയ ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിൽക്കുന്നവനോ പിതാവുമുണ്ട്, പുത്രനുമുണ്ട്. നമ്മൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. തിരുവെഴുത്തുകളെ സൂക്ഷ്മതയോടെ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യണം. ഏതുപദേശിയുമായിക്കോട്ടെ, നമ്മുടെ നിത്യജീവന്റെ പ്രത്യാശയിൽ നിന്നും നമ്മെ അകറ്റിക്കളയുന്ന, നമ്മുടെ നിത്യജീവന്റെ പ്രത്യാശയെ കെടുത്തിക്കളയുന്ന യാതൊരു ഉപദേശകനുമായിട്ടും നമുക്ക് കൂട്ടായ്മ പാടില്ല. നോ വേ ടു ഹാവ് ഫെലോഷിപ്പ് വിത്ത് സച്ച് പീപ്പിൾ.
പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉപദേശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്, തിരുവെഴുത്തുകളെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ചുവടുകളെ നമുക്ക് ദൃഢതയോടുകൂടി വയ്ക്കുക. നമ്മുടെ നിത്യജീവന്റെ പ്രത്യാശയെ മുറുകെ പിടിക്കുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്ത പ്രകാരം തന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കിയാൽ നാം ഒരുക്കത്തോടെ അതിനായിട്ട്, സമർപ്പണമുള്ളവരായി അതിനായിട്ട് ചുവടുകളെ ഉറപ്പോടുകൂടി ക്രിസ്തുവിന്റെ ഉപദേശത്തിൻ്റെതായ ആ പാതയിൽ തന്നെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. സർവശക്തനായ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ ദൈവാസനത്തിൽ വണക്കാം. കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുമ്പിൽ നാം എല്ലാവരും സമർപ്പണത്തോടെയും പ്രാർത്ഥനയോടെയും ആയിരിക്കുമ്പോൾ നമ്മുടെ പ്രിയ തോമസ് കുട്ടി അച്ചായൻ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.